വണ്ടി ഓടിക്കുമ്പോ വണ്ടി ഓടിക്കട്ടെ. ഹലോ, അപ്പൊ ഇന്ന് ഞങ്ങള് ഞായറാഴ്ച എവിടെ പോവാണ്? ബംഗളൂരു. നമ്മൂര് ബംഗളൂരിലേക്ക് നമ്മള് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്, നിലമ്പൂർ ചുരം, നാടുകാണി. അവിടെ അയ്യപ്പന്മാരാണോ? അയ്യോ തട്ടി ഇന്നോവ ഈ അപകടങ്ങൾ ഇപ്പൊ കുറെ ദിവസമായിട്ട് അപകടങ്ങൾ മാത്രമാണല്ലോ ഡിസംബറിലുള്ളത്. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഒന്നാമത് ഞങ്ങൾക്ക് വണ്ടിയിൽ 2 വട്ടം ആക്സിഡന്റ് പറ്റിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കുറച്ച് പേടി കൂടുതലുണ്ട് എന്തായാലും. പിന്നെ ഓരോ അത് പോട്ടെ. ഒരു കുരങ്ങൻ, ഒരു കുരങ്ങൻ. അയ്യോ ഞാന് എന്റെ കണ്ണനല്ലോ പറഞ്ഞ് ഞാൻ ഒരിങ്ങട്ടെ. ഈ വലിയ വണ്ടി വരും. അപ്പൊ നമ്മൾ ഗൈസ് ഇന്ന് ഞാൻ വ്ളോഗ് എടുത്ത് മരിക്കും. അയ്യോ ഒരു ഇതിന്റെ ഉള്ളിൽ ഫുള്ള് കുരങ്ങന്മാര്. ഇതിന്റെ ഉള്ളില് ആ ഒരു ജീപ്പിന്റെ ഉള്ളില് ഫുള്ള് കുരങ്ങന്മാര് കേട്ടോ. പോസ് ചെയ്തിട്ടോ? അതെനിക്കറിയില്ല കേട്ടോ. ഞാനത് ഇതൊരു ട്രൈ ചെയ്തില്ല കേട്ടോ. പോസ് ചെയ്തിട്ട് ക്യാമറ തിരിക്കുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ ട്രൈ ചെയ്യട്ടെ. ഞാൻ പോസ് ചെയ്തിട്ട് ചെയ്തു, ഒന്നും നടന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എപ്പോഴും വിചാരിക്കും എങ്ങനെയാണ് ഈ ക്യാമറ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിക്കൂലേ. ആ കഴിവ്, കൈകൊണ്ടുള്ള കഴിവ് ഇത് കുറവാണ് തിരിക്കാനുള്ളത്. ഞാൻ ബിഗ് ബോസിൽ പോയപ്പോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് വീഡിയോ എടുത്തിട്ട് കേട്ടോ. അതുണ്ട് മതി. അപ്പൊ മനസ്സിലാവും നിർത്തണ്ടോ? ഹേയ് എന്റെ ചാനലില് ഈ എന്താ അയ്യോ ബ്ലോക്ക് ആയല്ലോ. ഏബിത്തിന് പറയാൻ സമയത്ത് ആയിക്കോട്ടെ. അപ്പൊ നമ്മള് നാടുകാണി ചുരത്തില് ആണ്. കേരള ബോർഡർ കഴിയാനായി. നമ്മൾ അങ്ങനെ ഗൂഡല്ലൂർ തമിഴ്നാട് ബോർഡറിലേക്ക് കയറുകയാണ്. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞു. ഞങ്ങൾ 2 മണിക്കാണ് ഇറങ്ങിയത്. രാവിലെ ഇറങ്ങുന്നു പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ഇന്ന് ബാംഗ്ലൂർ പോയിട്ട് നമ്മള് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് വരുള്ളൂ. എന്തായാലും എനിക്ക് ക്രിസ്മസ് ടൈം, ന്യൂ ഇയർ ടൈം ബാംഗ്ലൂരിന് ഒരു അടിപൊളി സംഭവം കേട്ടോ. നല്ല അടിപൊളി രസമാണ്. അപ്പോ ഇനിയിപ്പോ എന്താ പറയുന്നത്, നമുക്ക് ഇതപ്പോൾ 2 കുമ്പൂച്ച കുടിച്ചു കഴിഞ്ഞു, ഒരു കുമ്പൂച്ച കഴിഞ്ഞു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, മധുര സാധനങ്ങള്. ഇവിടെ എന്താ ബ്ലോക്ക്? നമ്മള് ചുരത്തിലാണ്. ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ. ട്രാവൽ ചെയ്യുമ്പോ മാക്സിമം പുറത്തുള്ള സാധനങ്ങളല്ലേ കാണിച്ചു. ഇതാണ് കണ്ടോ, ഞാൻ എന്റെ ഫ്രണ്ട് ക്യാമറ കൊണ്ടാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത്. ഇതാണ് റോഡ്, നിങ്ങൾ കാണൂ. ഇതാണ് റോഡ്, ഇതാണ് ചുരം, ഇതാണ് സായി. ഓക്കെ, നിങ്ങൾ ഇതറിയുക. ഈ ചുരം കയറുമ്പോൾ ഇതിൽ എണ്ണ ഇല്ല എന്നുള്ള നഗ്ന സത്യം സായി എന്നോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതെ, നമ്മൾ ഇറങ്ങിയ സമയം മുതൽ ഞാൻ പറയുന്നുണ്ട് എണ്ണ അടിക്കുക എന്നുള്ളത്. ആ മഞ്ചേരിന്റെ അവിടെ മുന്നിലുള്ള നയാര പമ്പ് കഴിഞ്ഞപ്പോ അയ്യോ ആ പമ്പ് മിസ്സായിന്നുണ്ട്. ഇനി അടുത്ത് കാണുമ്പോ ചെയ്യാറോ. അതെങ്ങനെയാ അത് നടക്കണത് എനിക്കറിയില്ല. ഞാൻ മാപ്പ് നോക്കണം. ഈ വീഡിയോ എടുക്കുമ്പോ എങ്ങനെയാ മാപ്പ് നോക്കുക? അതെ. അയ്യോ ഇനിയിപ്പോ എത്ര 15 കിലോമീറ്റർ. ഇനി ഈ വളവ് കയറി എത്തുമ്പോഴത്തേക്കും 15 കിലോമീറ്റർ കഴിയുമോ? അത്ര ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ ഇനി നാവിഗേഷൻ നോക്കട്ടെ കേട്ടോ, ഗൂഗിൾ മാപ്പ്. ഹലോ, അപ്പൊ ഞങ്ങൾ അങ്ങനെ തമിഴ്നാട് ബോർഡർ കയറിയിട്ടുണ്ട്. ഒരു നാടുകാണി ചുരം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചുരം തന്നെയാണ്. ഒരു ചുരം അവിടെ കുറച്ചു നേരം ബ്ലോക്കിലും പെട്ടു. ഒരു ലോറി മുന്നിൽ പെട്ടിട്ട് സൗണ്ട് കുറയ്ക്കടോ. സൗണ്ട് കേൾക്കണില്ലേ? എന്ത് മോതിരിക്കണത്? വണ്ടി ഓടിക്കുമ്പോ വണ്ടി ഓടിക്കട്ടോ. അപ്പൊ കോള് തരണ്ട. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ. അങ്ങനെ ഞങ്ങൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ മൈസൂർ ടോൾ റോഡിൽ കയറിയപ്പോൾ കസ്തൂരി നിവാസ് വെജ് റെസ്റ്റോറൻറ്റിൽ കയറി. റിസ്ക് എടുക്കണില്ല, അതുകൊണ്ട് ഞങ്ങൾ
വെജ് റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത്. അമ്മേ അയ്യോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറുകയാണ്. 9 മണിയായി. ഇവിടുന്ന് ഇനിയൊരു ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് 2 മണിക്കൂർ. 2 മണിക്കൂർ. പക്ഷെ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, 100. അപ്പോൾ അതിൻ്റെ അപ്പുറം എന്തായാലും പോകില്ല. പണ്ട് ഞങ്ങൾ കുറെ പോയിരുന്നു, 150, 200 പോയിരുന്നു. അതിൻ്റെ സംഖ്യ ഇപ്പം ഇല്ല, കാരണം 100 കട്ട് ചെയ്തു. ഇനി 100ന്റെ മുകളിലായി കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സിലേക്ക് എനിക്ക് കുറച്ച് ബില്ല് വരും. അതെനിക്ക് അടയ്ക്കാനുള്ള താങ്ങൽ എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിത്, അപ്പോൾ അത് നല്ലതാണ്. എന്തായാലും മുന്നേ ഫുഡ് കഴിക്കണേ കാണിച്ചു. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. കുറേ ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റ് ഇട്ടാൽ എന്തായാലും അടിപൊളി ആവുമല്ലോ. എന്തായാലും ഇവിടെ ഒരു മൈസൂർ സിൽക്സിൻ്റെ ഒരു ഷോറൂം തൊട്ടപ്പുറത്തുണ്ട്, എംപോറിയം. ഞാനൊന്ന് വാഷ്റൂം പോയി വന്നപ്പോഴത്തേക്കും ഓർഡർ ചെയ്ത പാനിപ്പൂരി ഈ മഹാൻ തിന്നു. എന്നാലും ഒന്നും എനിക്ക് വെച്ചിട്ടില്ലേ, ഒരു ടേസ്റ്റിന് പോലും ഒരു സാധനം വെച്ചില്ല ഞാൻ വാഷ്റൂം പോയി വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് തന്നെ മഷ്റൂം അല്ലേ, മഷ്റൂം ഉണ്ട്, പനീറുണ്ട്. നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 9 മണിയായി എന്തായാലും. ഇനി നമ്മൾ ബാംഗ്ലൂർ എത്തി കഴിക്കാമെന്ന് വിചാരിച്ചാൽ എന്തായാലും 12 മണിയാവും. അപ്പോൾ ഇപ്പോൾ തന്നെ കറക്റ്റ് സമയത്ത് കഴിച്ച് പോണിയാവും നന്നാവാം. മഷ്റൂം ഫ്രൈ അല്ല, മഷ്റൂം കബാബല്ലേ, 65. വന്നപ്പോൾ തന്നെ ഒരു സാധനം എടുത്തു, അതാണ് സൗണ്ടൊക്കെ. നമ്മൾ ലൈറ്റ് ഫുഡ് വന്നിട്ടുണ്ട്, പനീർ, പിന്നെ എന്താ തന്തൂർ റൊട്ടി, ചായ, പിന്നെ ഫുള്ളാണ്. ഇന്ന് കൊടൂരമായ ചർച്ചയാണ്, അതിന് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ മൈസൂരിൽ നിന്ന് കയറി. ഇതാണ് നമ്മുടെ മഷ്റൂം കബാബ്, അടിപൊളിയുണ്ട്. നീ കഴിച്ചിട്ട് ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി എന്ന് പറഞ്ഞാൽ ഇനി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറുണ്ട്. 12:15 1 മണി പോകാൻ. അതെ, KR മാർക്കറ്റ് എത്തി, കമ്മനഹള്ളി എത്തില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം സ്ഥലമാണ് കമ്മനഹള്ളി. കൂടുതൽ മലയാളികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നത് കഴിഞ്ഞ മാർച്ചിനാണ്. സായി ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ എനിക്ക് ബാംഗ്ലൂർ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത് ഡിസംബർ. അങ്ങനെ നീണ്ട 7 മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുണ്ട്. കുറേ മെട്രോ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഹനുമാൻ അമ്പലം, അത് ഇനി അടുത്ത് അങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. കണ്ടു, അതാണ് ഹനുമാൻ്റെ ഒരു അമ്പലം കണ്ടു. അപ്പോൾ പക്ഷെ കുണ്ടും കുഴിയുണ്ട്, അതാണ് ഏറ്റവും പ്രശ്നം. ഇവിടെ ആയിട്ടും ഭയങ്കര കുണ്ടും കുഴിയുള്ള റോഡ് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. ബാംഗ്ലൂർ ഏറ്റവും പൊട്ട റോഡ് അറിയോ? ആണോ? നമ്മുടെ ടോൾ റോഡ് മാത്രം സൂപ്പർ ശ്രദ്ധിച്ചോ? ബാംഗ്ലൂര് റോഡ്സ് ആണ് ബാംഗ്ലൂരുള്ളത്. ആകെ കുറച്ച് കണ്ണിങ്ങാം റോഡ്, MG റോഡിലും മാത്രം കുറച്ച് നല്ല റോഡാക്കി വെച്ചിട്ടുണ്ട്. അല്ലാത്ത എല്ലാ ഇന്നർ ഏരിയാസ് ഒന്നും ബാംഗ്ലൂരിൽ പോവാനേ പറ്റില്ല, റോഡേ ഇല്ല. അത്രയ്ക്ക് വണ്ടി ഉണ്ടല്ലോ, വണ്ടി റോഡ് ഏറ്റവും ശോകം കണ്ടിട്ടുള്ളത് ഞാൻ ബാംഗ്ലൂരിലാണ്. അപ്പൊ ഇവിടെ ഭയങ്കര മോശം തന്നെയാണ്. എന്തായാലും വർഷങ്ങളായിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത റോഡ് ഇവിടെയൊക്കെ തന്നെയുള്ളത്. ഇനി നമ്മളിനി നേരെ ഫുഡ് കഴിക്കണ്ടോ എന്തെങ്കിലും? ഒന്നും വേണ്ട, നേരെ പോയി കിടക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല, നേരെ വന്ന് ഉറങ്ങി. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ തിങ്കളാഴ്ചയായി, ഇനി പോയി ഫുഡ് കഴിക്കട്ടെ. രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇനി ലീവ് എടുക്കണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഫുഡ് കഴിച്ചിട്ടാണ് ഈ ബാക്കി പരിപാടികൾ. ഇന്ന് ഇവിടെ കുറച്ച് ഷോപ്പിംഗ് നടത്താനുണ്ട്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ വന്നിട്ട്. നമ്മുടെ സിജോ, ലിനു കല്യാണത്തിന് കുറച്ച് ഷോപ്പിംഗ് നടത്താനുണ്ട് പരിപാടികൾ. പിന്നെ നാളെ ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് മറ്റന്നാൾ സിനിമ കണ്ടിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് പോയി. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി എന്താണെന്നുള്ളത് പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഏരിയ. HRBR ലേഔട്ടാണ്. അപ്പോൾ നല്ല രാത്രി ലേറ്റായി വന്നിട്ടുണ്ട്. സൈഡ് ഫ്രണ്ടിൻ്റെ റൂമിലാണ് നിന്നത്. അപ്പോൾ സായി അവിടെ ഉണ്ട്, കാര്യമായിട്ടുള്ള ഫോണുകളുടെ ഇതിലാണ്. അപ്പോൾ ഒരു വൈബ്. ഇവിടെ ഭയങ്കര ഒരു സ്കൂളുണ്ട്, ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളും കേൾക്കുന്നുണ്ടല്ലോ. അപ്പം
നമ്മൾ മദ്രാസ് ടിഫിൻസിലാണ് എത്തിയിരിക്കുന്നത് ഒരു ദോശ കഴിക്കാൻ വേണ്ടി. അപ്പോൾ കാപ്പിയും കൊണ്ട് വരുന്നുണ്ട് സായി. മദ്രാസ് 2 ചായയും ഒരു കോഫിയും പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതാണ് ഹോട്ടൽ. അപ്പോൾ ഇനി കോഫി, ടീ, പിന്നെ ഞാനൊരു ഉത്തപ്പമാണ് പറഞ്ഞത്, പിന്നെ സായി പ്ലെയിൻ ദോശ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് HRBR ലേഔട്ടിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇനി ഞാൻ ചായ ഫുഡ് വരട്ടെ. ഏകദേശം ഒരു 11 മണിയായി സത്യം പറഞ്ഞാൽ. മദ്രാസ് മസാല ദോശ, പൊടി ദോശ. ആ ഇത് ഇതും അതന്നെയാണ്. പൊടിയില്ല അത് ഇത്. ടൊമാറ്റോ ഊത്തപ്പം വരുന്നുള്ളൂ. ഒണ്ടവയാണ് എൻ്റെ ടൊമാറ്റോ ഊത്തപ്പം. അപ്പോൾ നമ്മൾ ഒരു ഉച്ച 1 മണിയായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സപ്പ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്തതാ സായിദ. അപ്പോൾ നമ്മൾ ഇന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ HRBR ലേഔട്ടിൽ ഇറങ്ങി. അപ്പോൾ നല്ല പഴയ ഓർമ്മകൾ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ മാർച്ചിനാണ് ലാസ്റ്റ് വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ക്രിസ്മസ് വൈബ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി വൈബാണല്ലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടൈമാണ് ക്രിസ്മസ്, ന്യൂ ഇയർ ടൈം. ഒന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാം. ആ ഇട്ടരാ ശരി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഭൂപ്സാന്ദ്ര പറഞ്ഞ സ്ഥലത്താണ്. പണ്ട് ഞാൻ ജോലി ചെയ്ത സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ കുറേ കടകളിൽ ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഒരു ഷോപ്പ് കാണിച്ചു തരാം. ഇതൊരു ഷോപ്പ്. ഇതാണ് വഴി. ഞാൻ ഭൂപ്സാന്ദ്രയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് കുറച്ച് നമ്മുടെ പഴയ ഓർമ്മകൾ അയവർക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എത്തിയത്. അപ്പോൾ ബാംഗ്ലൂർ ആണ് ഒരു വൈബ് തന്നെയാണുള്ളത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനൊരു വെറുതെ നടക്കട്ടെ. അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. ഇവിടെയൊക്കെ നമുക്ക് കാണാം മുറ്റങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. കാറൊക്കെ പുറത്താവും, വാഹനങ്ങളൊക്കെ. നോക്കട്ടെ. നമ്മളിപ്പോ RT നഗറാണ് എത്തിയിരിക്കുന്നത്. പോവാണ്, പക്ഷെ RT നഗറാണ്. അപ്പോൾ പണ്ട് ഞാനിവിടെ RT നഗറാണ് നിന്നിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഞാൻ നിന്ന സ്റ്റേ ചെയ്ത PG ഉണ്ട് അവിടെ. പിന്നെ അതായത് കഴിഞ്ഞു പോയി, അതുണ്ടായത്. ഓടിപ്പോയി അതിന്റെ തൊട്ടപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടുന്ന് നമ്മള് കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൊമേഴ്ഷ്യലും ഉണ്ടേ. കൊമേഴ്ഷ്യല് പോണം, ഇവിടെ പോണം, കമ്മനള്ളി ഫുഡ് കഴിക്കാൻ പോണം. രാത്രിയല്ലേ കമ്മനള്ളി? അപ്പോ എന്താ പറയാ, ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഇപ്പൊ സമയം 3 മണിയായി. അതാ തായ്സ്പ അതാ ജക്കൂസിക്കുള്ള. ഇല്ല കണ്ടില്ല, ഇപ്പഴല്ലേ ബോധം വന്ന തായിനെ കുറിച്ച്. ഇത് സിജോനുള്ള കേട്ടോ. സിജോനും വന്നിട്ട് ഇവിടെ അപ്പൊ നമ്മള് ഫുഡ് തപ്പി നടക്കട്ടെ. പുതിയ കടകളാ നമ്മള് നേരത്തെ കണ്ട സാധനം കിടിലേ. ഷർട്ട് കാണിച്ച സാധനം മറ്റേ ഹോങ്കോങ് ഫാഷൻ, എന്താ ജപ്പാനീസ് ഫാഷൻ. നമുക്ക് ഡ്രസ് അതാ ഇവിടെ നന്ദിനിയാ, നമ്മുടെ പഴയ നന്ദിനി. അതായത് നമ്മൾ RT നഗറിലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ RT നഗറിലുള്ള അതൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ. 7 പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. എംപയർ, നമ്മുടെ പഴയ എംപയർ. മറ്റേ റോള് കഴിക്കാം. റോളോ? ലബനീസ് റോള് കഴിച്ചിട്ട് പോവാം. അതൊരു ഓപ്ഷനാണ്. അനക്കെന്താ വേണ്ടേ ഈ വഴി? അനക്കെന്താ വേണ്ട? എനിക്ക് എന്തായാലും കുഴപ്പമില്ല. റോളായാലും കുഴപ്പമില്ല. അത് കൂടെ പൊളിച്ചല്ലോ ഇവിടൊക്കെ. നമുക്ക് റോള് കുഴപ്പമില്ല ഉറപ്പാ. എനിക്ക് കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് പിന്നെ ചോറ് കഴിക്കേ. ഇവിടെ സർക്കിളൊക്കെ വെച്ചല്ലോ. സർക്കിളിന്റെ അവിടെ സാധനങ്ങളൊക്കെ വെച്ചല്ലോ. പാട്ട് പാടില്ലടോ. കോപ്പിറൈറ്റ് ഇവിടൊക്കെ. ഇനി ഞാൻ പോണ വഴിക്ക് കാണിച്ചോട്ടോ എന്റെ PG എവിടെയാന്നൊക്കെ ഉണ്ടായിരുന്നത്. ഏതാ എടുക്കുമ്പോഴല്ലേ
ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ ആർടി നഗറാണ്. ആർടി നഗർ. അപ്പോൾ ഇവിടെ ആർടി നഗറിലൊക്കെ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവും. പണ്ട് നിന്നവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ ആവും എന്തായാലും. നല്ല വിശപ്പുണ്ട്. ആയിക്കോട്ടെ. അല്ല ഇത് നോക്കൂ, നമുക്കിവിടെ ഒരു പ്രേത വീട് ഉണ്ടായിരുന്നില്ല? അതെവിടെ? നമ്മളെപ്പോഴും പറഞ്ഞ ഒരു പ്രേത വീട് ബാക്കില ഇത് ഇവിടെ നമ്മൾ അന്ന് പോയ മറ്റേ ചാട്ടിന്റെ സ്ഥലക്ക് ബാക്കില് നമ്മൾ കൊറേ ഞാൻ പറഞ്ഞുതരാം. എന്റെ പി ജിക്ക് പോണ വഴി നമ്മളിവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ്, ഈ ഒരു സൈഡിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് ഇതിന്റെ ബാക്കിൽ ഈ ലെഫ്റ്റിൽ തന്നെയാണ്. ഇവിടെ കൊറേ സാധനങ്ങൾ മേടിക്കാണ്ട്. മനസ്സിലായി മന്തിക്കട അവിടെ. പിന്നെ എന്താ തേർഡ് ക്രോസ് ആർടി നഗർ. പിന്നെ ഇവിടെ നമ്മള് കഴിക്കാറുണ്ട്, ചാട്ട് കഴിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് നല്ല മറവി രോഗമുണ്ട് സത്യം പറഞ്ഞ. ഒരു സ്ഥലം ഓർമ്മയില്ല, അല്ല സത്യക്ക് കൊറേ സാധനങ്ങൾ ഓർമ്മയില്ല. അമ്മാന്റിക്ക് എന്തെങ്കിലും വാങ്ങണം, കിഡ്സ് ഉണ്ടോ നോക്കാം. പിന്നെ വീഡിയോ എടുക്കാദ്യം. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇതാ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്ത് അവിടെയാണ്. ആ പോണ വഴിക്കാണ് നമ്മുടെ പഴയ വിജി പാനിപൂരി ഗ്രൗണ്ട്, ആർടി നഗർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആർടി നഗർ പോലീസ് സ്റ്റേഷൻ. അതിന്റെ ബാക്കിലുള്ള ലക്ഷറി ബീച്ചിലാണ് സ്നേഹം നിന്നത്. 33,000 റുപ്പീസ് കൊടുത്തത് ലക്ഷറി സ്റ്റേ. എന്നിട്ടാണ് വെളി വന്നിട്ട് ഇതില് കണക്കുന്നത് ഓള് കഷ്ടപ്പെട്ട് മറ്റതാക്കിന്നൊക്കെ. 33,000 ഒരു പി ജിക്ക് അപ്പോ നമ്മള് അൽബേക്കിൽ വന്നിരിക്കുകയാണ്. സായി കുറെ നേരം ആർടി നഗറിലുള്ള കബാബ് മാനർ തപ്പി തെരഞ്ഞു അല്ലേ? ഇപ്പൊ ഷാർമ ഇട്ട് നമ്മൾ കബാബ് മാനറിൽ ലാസ്റ്റ് പോയേക്കണ സമയത്ത് ഷാർമ കുത്തിയിട്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ അൽബേക്കിൽ വന്നിട്ട് സായി ഒരു പ്ലെയിൻ ഷവർമയും ഞാനൊരു ഹൈദരാബാദി ദം ബിരിയാണി ഓർഡർ ചെയ്തു. അൽബക്ക്. അപ്പൊ ആർടി നഗറിലുള്ള എല്ലാവർക്കും അൽബക്കിൽ വന്നിട്ട് ഫുഡ് കഴിക്കാം. അടിപൊളി ഫുഡാണ്. കാരണം ഞങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഫുഡ് എന്തായാലും അടിപൊളിയാവുമല്ലോ. ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ല, ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി ഫുഡ് കഴിക്കണേ എന്തൊക്കെയാ വാങ്ങിയത് കാണിച്ചു. ഞാനിത് കഴിച്ചു നോക്കി, ഈ ഷവർമ അടിപൊളി സാധനം. ഇത് ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു. ബാംഗ്ലൂരിലെ ഏറ്റവും നോർമൽ ഷവർമ, ഏറ്റവും നല്ല ഷവർമ മറ്റേതാണ് ഷവർമക്ക് പറ്റിയ. നമുക്ക് അവിടെ പോവാം, ശിവാജിയാർ പോവാം. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഹൈദരാബാദി ബിരിയാണി വന്നിട്ടുണ്ട്, നല്ല ചൂട്. എന്തേ ടേസ്റ്റ് ഇല്ലേ? വേറൊരു മസാല ഇവിടുത്തെ. ആയിക്കോട്ടെ, നമുക്ക് വേറൊരു ടൈപ്പ് നോക്കാലോ. ഇനി നമ്മൾ കുറച്ച് ഡ്രസ്സോ എന്തെങ്കിലും ഇവിടെ ഉള്ളത് നോക്കട്ടെ ആദ്യം ആർടി നഗറിൽ. പൊതുവെ എല്ലാ ഹസ്ബൻഡ്സും കൺവിൻസിങ് സ്റ്റാർസ് ആണോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്നോട് പറഞ്ഞു കൊമേഴ്ഷ്യലിൽ പോകുന്നു, നോക്കുന്നു, കിട്ടിയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുന്നു എന്ന്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലായി. അന്ന് എപ്പോൾ ഞാൻ കൊമേഴ്ഷ്യൽ പോയാലും പറയും സ്നേഹം ഇപ്പോൾ വാങ്ങണ്ടേ, നമുക്ക് അടുത്ത പ്രാവശ്യം പിന്നെ മേടിക്കുക, അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും വരും എന്ന് പറയും. വന്നിട്ട് ഇപ്പോൾ 7 മാസമായി ഇതുവരെ എന്നെ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഇനി പറയുമ്പോൾ തന്നെ പറയാം. ഞാൻ കുറേ നേരം തരാൻ എനിക്ക് സമയം പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി പറയും അയ്യോ ഒന്നും കിട്ടിയില്ലല്ലോ, നമുക്കിനി അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ കൊണ്ടുവരും, അടുത്ത ആഴ്ച ഞങ്ങൾ ഇപ്പം തന്നെ വരും, എന്നിട്ട് നമുക്ക് വാങ്ങാമെന്ന് പറയും. അങ്ങനെയാണ് ഈ സ്വഭാവം. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഒന്നുമില്ല അല്ലേ? അങ്ങനെ നമ്മൾ നിരുപാധികം ഒന്നും വാങ്ങാതെ അവിടെ കീഴടങ്ങി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ ഈ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് വെച്ച് പിടിക്കാൻ പോവാണ്. ലേറ്റ് ആക്കണില്ല. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ ഏകദേശം ഉണ്ട്. ഇപ്പോൾ ട്രാഫിക്കിൻ്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടും. അപ്പോൾ വേഗം പോണതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ആർടി നഗറിൽ നിന്ന് നേരെ കൊമേഴ്ഷ്യലിൽ പോവാണ്. ഈ ഒരു റൂട്ട് നമ്മൾ പണ്ട് പോയിരുന്ന റൂട്ടായിരുന്നു സ്ഥിരം. അവിടെ നിങ്ങൾക്ക് കാണാം ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ ഇത് അറ്റ്ലാന്റിക് ഇൻ ശോഭ ഹോട്ടൽസിന്റെ. ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്നപ്പോൾ ഞാനും അമ്മയും സ്നോ സിറ്റിന് നമ്മൾ സ്നോ സിറ്റിയിൽ പോയിട്ടില്ല ഇതുവരെ വന്നിട്ട്. അപ്പോൾ
അവിടെ സ്നോ സിറ്റിന് ഓപ്പോസിറ്റാണ് ഞാനും ഏട്ടനും അമ്മയും പണ്ട് ബാംഗ്ലൂർ ഫസ്റ്റ് വന്നപ്പോൾ നിന്നത്. അതിന്റെ ഇപ്പുറത്ത് ഒരു ഉടുപ്പി ഹോട്ടലുണ്ട്, അവിടെ നിന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ആ ദർഗ ഞാൻ കാണിക്കട്ടെ അമ്മേ. നല്ല അടിപൊളി സ്മെല്ലാണ്. അതായത് പാലസ് ഗ്രൗണ്ട് ആണ്, ഇതിന് ഓപ്പോസിറ്റ് ദർഗ. ഇതിന്റെ മുന്നിൽ ഈ ഊത് വിൽക്കുന്ന ആൾക്കാരില്ലേ, ഊടായ്പ ഊതാ, പക്ഷെ അത് കത്തിച്ച് 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 ഭയങ്കര സ്മെല്ല്. ഇവിടെ പാലസ് ഗ്രൗണ്ട് ആയിരുന്നു. ഇപ്പൊ പാലസ് ഗ്രൗണ്ട് അപ്പുറത്തല്ലേ? ഇത് പാലസ് ഗ്രൗണ്ട് ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മാറിയിട്ട് എന്തായെന്ന് അറിയാം, കല്യാണത്തിന് ഫ്രണ്ടിന് കൊടുക്കുന്ന പരിപാടി, അങ്ങനെ ക്രിക്കറ്റ് ഒക്കെ ഒഴിവാക്കി വരും. ഇവിടെ നമ്മളൊരു കടയിൽ പോകാറില്ലേ, ഇവിടെ ഇപ്പുറത്ത് ഈ വൈൻ കടന്റെ അപ്പുറത്ത് ആ ഭാഗത്ത് അവിടെ കള്ളു വാങ്ങാൻ പോകും രാത്രി. എനിക്കിടയ്ക്ക് കള്ളു കുടിക്കാൻ തോന്നുമ്പോ സായി എനിക്ക് വാങ്ങി തരും. സായി എല്ലാം സിപ്പടിക്കും ചെയ്യും. സായി കുടിച്ചിട്ടേ ഞാൻ കുടിക്കാറുള്ളൂ. ഞാൻ കുടിക്കില്ല. അയ്യോ ഞാൻ കുടിച്ചിട്ട് എന്നോട് പറയും ഇത് കുടിച്ചോ നല്ല ടേസ്റ്റ് ആണ് കുടിച്ചോ. അമ്മേന്റെ ഏട്ടന്റെ ഒപ്പം വന്നപ്പോ അപ്പുറത്ത് മറ്റേ വെജ് ഹോട്ടലിൽ പോയത് പറഞ്ഞു, ഇപ്പുറത്ത് ഈ കുടികാരത്തി അപ്പുറത്തെ ഹോട്ടലിൽ പോയത് നീ പറയുന്നത്. കുടിക്കുന്ന കഥ നമ്മൾ പറയാൻ പാടില്ല. ഇത് നമ്മുടെ ഏതൊരു MLA ആരുടെ വീടാണ് അല്ലേ, റഹീം ഖാന്റെ വീട്. അയ്യാറിട്ട് നല്ല രസമുണ്ടല്ലോ. ഇവിടെ ഫുള്ള് എല്ലാ കടയിലും ഒരു 50% ഓഫ് കാണാണ്ട്. അല്ല ഒരു കടയിൽ വെച്ചപ്പോഴേ ബാക്കി എല്ലാ കടയിലും വെച്ചാ തോന്നുന്നുണ്ട്. ഇവിടെ കൊറേ വെഡിങ് മാളില് കൊറേ എന്താ ഞാൻ നോക്കിപ്പോലെ ഓഫർ എന്താ കാര്യമായിട്ട് നടക്കണില്ല. ശിവാജി നഗർ ഗുജ്ലി ഉണ്ട്, ഗുജ്ലി മാർക്കറ്റ്. ഗുജ്ലി മാർക്കറ്റിന്റെ ഫ്രണ്ട് ഭാഗവും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ബാക്ക് സൈഡും അതാണിത്. അതായത് ഫ്രൈസർ ടൗണിൽ വരുന്ന വഴിക്ക് നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോകാം. അങ്ങനെ ടെക്നിക്ക് ഞാൻ പറയുന്നില്ല, ബംഗളൂരിനാണെന്നുള്ളത് ഞാൻ കാണിക്കാൻ വേണ്ടി ബംഗളൂരു. ഏയ് ಏನ್ ಮಾಡ್ತೀರಾ ನೀವು? ಏನು ಆಯ್ತು ಏನಾಯ್ತು ಏನಾಯ್ತು ಆಯ್ತು ತಿಕ್ಕ ಮುಚ್ಕೊಂಡಲ್ಲೋ. പിന്നെ ഫാൻസി ഫാബ്രിക് ഇവിടെ കൊറേ വെൽക്കം. വാവ് അടിപൊളി ഉണ്ടല്ലേ. ഇത് രാത്രി നല്ല രസമല്ലേ? ആ അത് ശരിയാ. വണ്ടിയും നിർത്താൻ പറ്റില്ല, റോഡും ഇല്ല, എല്ലാം പൊളിച്ച് പഞ്ചറാക്കിയിട്ടില്ല. എന്ത് അടിപൊളിയായിട്ട് സത്യം. ഇങ്ങനെ ഒരു നല്ല സ്ഥലത്ത് ഇവിടെ ഫുള്ള് പൊളിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഇവർക്ക്? ഇവിടെ കാലാകാലം അത്രയും ആൾക്കാരുണ്ടാവുമ്പോ അതിനനുസരിച്ച് ഒന്ന് സെറ്റ് ആക്കുക. അതുമില്ല. റോഡ് ഉണ്ടാക്കി ഈ പൊളിച്ച സാധനം സെറ്റാക്കി മോളൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി ഇവര് റോഡ് എനിക്ക് പോകുന്നത് ടാറ് മാറ്റിയിട്ട് കോൺക്രീറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടൗണിന്റെ അകത്ത് ഫുള്ള് കോൺക്രീറ്റ് ആക്കുക, ലെവലൈസ്ഡ് ആക്കും. ഇന്നാലും ഇത് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ കണ്ടോളൂ പിന്നെയും BMTCയും ഇവിടുത്തെ മറ്റേ നമ്മുടെ നാട്ടിൽ തന്നെ PWDയും മറ്റേ റോഡ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ച സ്റ്റേറ്റ് ഇതന്നെ പരിപാടി. PWD റോഡ് മണ്ടത്തി എന്നെ തന്നെ തെറ്റിക്കണോ. ബാക്കിയുള്ളവരെല്ലാരും കൂടി ചേർന്നിട്ട് അത് എന്ത് ചെയ്യും, കത്തിക്കും. അപ്പോ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ നല്ല വർണ്ണാഭമായ ഭംഗിയുള്ള പാതയോരങ്ങളും കടകളും അലങ്കൃതമായി കിടക്കുന്ന അലങ്കാരപൂർണിതമായി കിടക്കുന്ന കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഞാൻ സഞ്ചാരം പറയണേ, സഞ്ചാരത്തില് പറയണേ. അയ്യോ എന്താ നോക്കൂ, പീറ്റർ ഇംഗ്ലണ്ട് ആണല്ലോ മുകളിൽ ഫുള്ള്. ഓ ഇതവിടെ കാറ് കേറാൻ നിക്ക. സൂപ്പർ സൂപ്പർ നല്ല രസമല്ലേ? സെറ്റ് സെറ്റ്. നമുക്കിനി പാർക്കിംഗ് കൂടി ഇട്ടാൽ അടിപൊളിയാവും. ഇവിടെ വണ്ടി കയറ ഇതെന്താ സാധനം? ഇത് നമ്മുടെ സാധനം. ക്രിസ്തുമസ് ആയാലും ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കാണാം എന്നുണ്ട്. അയാൾ കൈയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ.
ഇനി അയാൾക്ക് പ്രശ്നമില്ല, നമുക്ക് അയാളെ കാത്തിട്ടുണ്ടാവും. ഓ മജീഷ്യൻ മാജിക് ഞാൻ അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഫോട്ടോഗ്രാഫി എടുക്കാണല്ലോ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. ഓ ഇവിടെ എല്ലാം ഭയങ്കര പ്രോഗ്രാം കേട്ടോ ഇവിടെയൊക്കെ. ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈം ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല, നമ്മളെപ്പോഴും പോണല്ലേ. ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമുള്ള എല്ലാവർക്കും ഉള്ള ആഘോഷങ്ങൾ ഉണ്ടല്ലോ. കോവിഡിന് ശേഷം ഇപ്പൊ എത്ര ആഘോഷം കഴിഞ്ഞു, എത്രാമത്തെ ക്രിസ്മസ് ആണ്. ആയിക്കോട്ടെ, ഞാൻ പറയാം. ഗോൾഡൻ ലെഹങ്ക, ഗോൾഡ് വാങ്ങി തരണോ? ഗോൾഡൻ ലെഹങ്ക ഇവിടെ നിർത്താൻ സ്ഥലം ഉണ്ടാവും തോന്നുന്നില്ല. അവിടെ നിർത്തി പോയവരൊന്നും പോയവരൊക്കെ അങ്ങനെ പോയി മണിക്കൂറുകളോളം നീറ്റാണ് അവരെ തിരിച്ചു. അത് പൊട്ടിയിട്ടൊന്നുമില്ല. നമ്മള് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ വഴിയോരങ്ങളിലൂടെ നടക്കുകയാണ്. സൗദി ഷാംപെയിൻ, നമ്മള് അൽ കരാമ റെസ്റ്റോറന്റ്, ഫ്രീസർ ടൗൺ. അൽക്കരാമില്ലേ? കരാമ, സോറി, എന്റെ വ്ളോഗില് കരാമ റെസ്റ്റോറന്റ്, ഫ്രീസർ ടൗൺ. ആ താങ്ക് യു. ഇതെന്താ സാധനത്തിന്റെ പേര് പറയൂ? മുഷക്കൽ അല്ലേ? അറേബ്യൻ മുഷക്കൽ. നിങ്ങൾക്ക് കാണാം, കരാമ റെസ്റ്റോറന്റിൽ വന്ന ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് നമ്മുടെ ശരത്ത് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പേര് പറഞ്ഞതാണ്, ശരത്തേട്ടൻ. സ്ഥലം എവിടെ പറയും? നമ്മള് മലപ്പുറംകാരനാണ്, തിരൂര്. വലിയ പ്രൊഡ്യൂസറാണ്, വലിയ മുതലാളിയാണ്. കബാബ്, നമ്മുടെ മട്ടൻ ബ്രെയിൻ വന്നിട്ടുണ്ട്. അത് ഇവർ രണ്ടുപേരും കഴിക്കാനുള്ളതുണ്ട്. ഒരപ്പം, അതിന്റെ മീനാണ് ഇതാ ശരത്തേട്ടനാണ്. ഈ നിൽക്കുന്ന മുതലാണ് ബ്രെയിനിന്റെ ആള് ശരത്തേട്ടൻ. സാധാരണ അടിപൊളിയായിട്ട് ലൈറ്റ് വെച്ചിട്ട് Happy Christmas, bye. Happy Christmas. Happy Christmas. Happy Christmas. Hey.